ഇന്ന് നവരാത്രി തുടങ്ങി 3-ാം ദിവസം ഞാൻ പിള്ളയാർ കോവിലിലേക്ക് പോവുകയാണ്. പിള്ളയാർ കോവിലിലുള്ള പ്രധാന പരിപാടികളും മുനീശ്വരൻ കോവിലിലുള്ള പരിപാടികളും ഇന്ന് നമുക്ക് കാണാം. നവരാത്രിക്ക് പിള്ളയാർ കോവിലിൽ പല പരിപാടികളും നടക്കാറുണ്ട്. വൈകുന്നേരം തന്നെ വളരെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടെ കഴിഞ്ഞാൽ കുട്ടികളുടെയൊക്കെ ഡാൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേക പ്രഭയിൽ മുങ്ങിയിരിക്കുകയാണ് പിള്ളയാർ കോവിൽ. പിള്ളയാർ കോവിലിനടുത്തായി കാമാക്ഷിയമ്മൻ ക്ഷേത്രം, അങ്ങനെ തൊട്ടടുത്ത് ചെറിയ ചെറിയ മറ്റ് അമ്പലങ്ങളുമുണ്ട്. ടൗണിൽ ഇപ്പോൾ തിരക്ക് കൂടിക്കൊണ്ട് വരികയാണ്. പിള്ളയാർ കോവിലിൽ നൃത്തം ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് ഈ കാണുന്നത്. ഇത്തവണ എല്ലാ കടകളും അടുത്ത കാമാക്ഷിയമ്മൻ കോവിലാണ്. സന്ധ്യക്ക് നല്ലവണ്ണം വിളക്കൊക്കെ കത്തിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്വാമി മഠമാണ്. നവരാത്രി കാലത്ത് മാത്രമേ വൈകുന്നേരം ഇവിടെ വിളക്ക് വെക്കാറുള്ളൂ. ഇനി നമുക്ക് മുനീശ്വരൻ കോവിലിൽ എന്തൊക്കെയാണ് പരിപാടി എന്ന് നോക്കാം. ഭക്തജനങ്ങളെ, ശ്രീ മുനീശ്വരൻ കോവിൽ തിരുസന്നിധിയിൽ വെച്ച് നടന്നു വരുന്ന നവരാത്രി മഹോത്സവത്തിൽ ഇതുവരെ ഇവിടെ വയലിൻ കച്ചേരി അവതരിപ്പിച്ചത് മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് തലശ്ശേരിയിലെ വിദ്യാർത്ഥികളാണ്. അവർക്ക് ഭക്തജനങ്ങളുടെ പേരിലും കോവിൽ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പണ്ട് നവരാത്രി കാലത്തെ പ്രഥമ സ്ഥാനം മുനീശ്വരൻ കോവിലാണ്. പണ്ടുകാലത്ത് യേശുദാസും ഒരുപാട് സിനിമാ നടന്മാരും ഒക്കെ ഈ മുനീശ്വരൻ കോവിലിലാണ് വരാറുണ്ടായിരുന്നത്.